ശ്രീ ജോസഫ് ആന്റണി, US-ന്റെ അഗ്രികൾച്ചറൽ സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കാർഷിക രംഗത്തെ ട്രേഡ് ഡെഫിസിറ്റ് 1.3 ബില്യൺ ആണ് കഴിഞ്ഞ വർഷം 2024. ഈ പുതിയ FTA നിലവിൽ വരുന്നതോടുകൂടി അമേരിക്ക ഫസ്റ്റ് നയം ഡൊണാൾഡ് ട്രംപ് ഫലപ്രദമായി നടപ്പാക്കുന്നതോടുകൂടി ആ ട്രേഡ് ഡെഫിസിറ്റ് കുറയും. അമേരിക്കൻ റൂറൽ എക്കോണമിയെ പോഷിപ്പിക്കാൻ ഇന്ത്യയിലേക്ക് നടത്തുന്ന അമേരിക്കയുടെ കാർഷികോൽപ്പന്ന കയറ്റുമതി വഴി കഴിയും എന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുകയാണ്. അമേരിക്കയുടെ കാർഷിക സെക്രട്ടറി പറയാണ്. അപ്പോൾ അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് സ്വതന്ത്രമായി ചുങ്കമില്ലാതെ തന്നെ ഒഴുകുക എന്ന് നമ്മൾ മുമ്പ് അസംഭവ്യമെന്ന് വിചാരിച്ച കാര്യം സംഭവിക്കുകയാണോ? നമ്മൾ അസംഭവ്യം എന്ന് പറയാൻ എന്തടിസ്ഥാനത്തിലാണ് അഭിലാഷ് പറഞ്ഞതെന്നറിയത്തില്ല. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലായിരുത്തിൽ ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യയുടെ എടുക്കുന്ന പൊതുവായിട്ടുള്ളൊരു നയം കീഴടങ്ങൽ നയമാണ്. ആ കീഴടങ്ങൽ നയം എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ നമുക്കറിയാം. പിന്നെ ഈ ആണവ കരാറിൻ്റെ ഒരു കാര്യത്തിൽ നമ്മളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞ സാമ്പത്തിക വർഷം. അതെന്താണ് ആ തീരുമാനം? നമുക്ക് പിന്നെന്താണ് ഈ വിദേശ രാജ്യങ്ങൾ ആണവ ഊർജ കേന്ദ്രങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിൽ നമ്മൾ ആ നയങ്ങൾ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് മാറ്റി എഴുതി. അതിൻ്റെ ഏറ്റവും അവസാനത്തതാണ് ശാന്തി ബിൽ. അവർക്ക് വിദേശ രാജ്യങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ളത്. വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ബജറ്റ് അവതരിപ്പിച്ചതിൽ ചബഹർ പോർട്ട്. എന്താ ചബഹർ പോർട്ടിൻ്റെ പ്രാധാന്യം? നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഇറാനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, വികസിത രാജ്യം, വികസിത് ഭാരത് എന്ന് പറയുന്ന വികസിത് ഭാരത്തിന് ഏറ്റവും അധികം ഗുണകരമായ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് കയറ്റുമതി ചെയ്യാനും സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന മേഖലയിൽ നമ്മുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും അവിടുന്ന് ഊർജ്ജം ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചർച്ച ചെയ്ത് എഗ്രിമെൻറ്റിലാണ് ചബഹർ പോർട്ട്. ആ ചബഹർ പോർട്ടിന് ₹1 പോലും ഇപ്പം നീക്കി വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്മാറി. അമേരിക്ക പറഞ്ഞു നിങ്ങൾ ചബഹർ പോർട്ട് നിർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു. നമ്മൾ പിന്മാറി. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കാൻ നിർത്തിയിരിക്കുന്നു. എണ്ണ വാങ്ങിക്കൽ നിർത്തിയിരിക്കുന്നു. നമ്മുടെ ഇവിടെ പറഞ്ഞെന്താ? നമ്മുടെ വിദേശകാര്യമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞെന്താ? നമ്മുടെ 140 കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. എങ്ങനെ സംരക്ഷിക്കും? ഒരു അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്, അത് കാർഷിക മേഖലയെ പ്രധാനമായിട്ടും ആശ്രയിച്ച 60% ആളുകൾ കാർഷിക മേഖലയെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു രാജ്യത്ത് പറയുകയാണ് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 98-99% ഉൽപ്പന്നങ്ങൾക്കും 0 തീരുവ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നതിനോ 18% തീരുവ. എവിടെയാണ് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ചത്? നമ്മൾ ഈ ട്രംപ് വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ താരിഫ് എന്തായിരുന്നു? അമേരിക്കയിലേക്ക് നമ്മൾ ആകെ കൂടി കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏകദാണ്ട് 3% താഴെ മാത്രം ചുങ്കം മാത്രമേ അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരുന്നുള്ളൂ. ആ 3% താഴെ മാത്രമായിരുന്നുള്ള ചുങ്കം ഇപ്പോൾ 18% വർദ്ധിപ്പിച്ച് പറയുകയാണ്. ഇവിടുത്തെ ഭരണകൂടം പറയുകയാണ് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച്. ഇതിനേക്കാൾ ആടിനെ പട്ടിയാക്കുന്ന വല്ല പരിപാടിയുണ്ടോ എന്ന് മാത്രമാണോ? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 18% ഞങ്ങൾ ആക്കി കുറച്ചിരിക്കുന്നു. 3%-ൽ 18% ആക്കിയത്. നമ്മളോ പിന്നെ എന്താണ്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, നിങ്ങൾക്ക് അതുകൊണ്ട് 20% ചുങ്കം. ലോകത്തെവിടെയെങ്കിലും നടക്കുന്നതാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം ഏത് രാജ്യത്ത് നിന്ന് എന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കുന്ന അവകാശം നമുക്കുള്ളതല്ലേ? നമ്മൾ നിരന്തരം പറയുമല്ലോ നമ്മുടെ പ്രധാനമന്ത്രി വളരെ ശക്തനായ പ്രധാനമന്ത്രിയാണ്, 56 ഇഞ്ച് നെഞ്ച് അളവുള്ള പ്രധാനമന്ത്രിയാണ്. എവിടെയാണ് ഈ നെഞ്ചളവ് കാണിച്ചിട്ടുള്ളത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞു ഞാൻ എന്താ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ അതൊരു കരാർ എന്ന് പറഞ്ഞാൽ ഒരു ബൈലാറ്ററൽ കരാർ, ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 രാജ്യങ്ങളും നിരന്തരമായി ചർച്ച ചെയ്യുക, 2 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒരു കരാറിൽ ഒപ്പിടുക, എന്നിട്ട് നമ്മൾ അതിനെ അംഗീകരിക്കുക. ഇവിടെ ഇപ്പൊ പറയാണ് ഞങ്ങൾ പ്രതിരോധിച്ചു. എങ്ങനെ പ്രതിരോധിച്ചു? ഇപ്പൊ ഈ ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു, അദ്ദേഹം ഈ ഒരു കരാറിലേക്ക് വന്നതിനെ ഞാൻ അനുമോദിക്കുന്നു എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രഖ്യാപിച്ച കരാറിനെ ഞങ്ങൾ അംഗീകരിക്കുന്ന എന്ന് മാത്രമാണോ? പീയൂഷ് ഗോയൽ പറഞ്ഞ എന്താണ്? പീയൂഷ് ഗോയൽ പറഞ്ഞു അദ്ദേഹം ലോക സമാധാനത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അനുമോദിക്കുന്നു, ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. എന്ത് ലോക സമാധാനമാണ്? സ്വർണത്തിന്റെ വില എന്താണ്? ഒരു പൗണ്ട് സ്വർണത്തിന്റെ വില 1,20,000 രൂപയാണ്. ആരാണ് ഈ സ്വർണത്തിന്റെ വില പരുവത്തിലെത്തിച്ചത്? ട്രംപ് കൊണ്ടുവന്ന ഈ സാമ്പത്തിക അരാജകാവസ്ഥ, താരിഫ് എന്ന് പറയുന്ന പ്രഖ്യാപനത്തിലൂടെ കൊണ്ടുവന്ന സാമ്പത്തിക അരാജകാവസ്ഥയുടെ ഫലമല്ലേ ഈ സ്വർണത്തിന്റെ ഇത്രയ്ക്കും വിലക്കയറ്റം? ഈ വെനസ്വേലയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമമല്ലേ? ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമമല്ലേ? അങ്ങനെ തന്നിഷ്ടപ്രകാരം ലോക രാഷ്ട്രീയത്തെയും ലോക സമ്പദ് വ്യവസ്ഥയും ഈ ആന കരിമ്പുത്തോട്ടത്തിൽ കയറുന്നത് പോലെ ചവിട്ടി അരച്ച് ഇല്ലാതാക്കുന്ന ഒരു ഭരണാധികാരിയെ, അപകടകാരിയായിട്ടുള്ള ഭരണാധികാരിയെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്.
നമ്മൾ എതിർക്കുകയാണ് വേണ്ടത്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. നമ്മൾ തന്നെ പറയുന്നു ജനാധിപത്യത്തിന്റെ അമ്മയാണ്. ഇവിടെ എവിടെയാണ് നമ്മൾ ഈ ട്രംപ് പ്രഖ്യാപിച്ചതിനെ നമ്മൾ എതിർക്കാൻ പോകുന്നത്? 60% കർഷകരുള്ള രാജ്യമാണ്. ആ 60% നമ്മൾ പറഞ്ഞു, നിരന്തരം പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും കാർഷിക മേഖല തുറന്നു കൊടുക്കില്ല, ക്ഷീരവികസന മേഖല തുറന്നു കൊടുക്കില്ല. അങ്ങനെ ഒരു തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാണ് ഞങ്ങൾ എന്താണ് ഇവിടെ ഇറക്കുമതി. കോളിൻ ബ്രൂക്സ് പറഞ്ഞെന്താണ്? ഇതാ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടാൻ പോകുന്നു, ഈ റൂറൽ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടാൻ പോകുന്നു, കാരണം പ്രധാനമന്ത്രി മോഡി ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? നമ്മളൊരു ധീരമായ ഭരണാധികാരിയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിന് പകരം നമ്മൾ വിജയിച്ചിരിക്കുന്നു, ഇന്ത്യയുടെ 140 കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാൻ വാസ്തവത്തിൽ ഈ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കേണ്ട കാര്യമുണ്ടോ? ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റിന് ട്രാൻസ്പെറൻസി പ്രധാനമാണ്, മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് പ്രധാനമാണ്, റെസിപ്രോസിറ്റി പ്രധാനമാണ്. ഇങ്ങനെയുള്ള പാരസ്പര്യവും പരസ്പര താല്പര്യങ്ങളും ആഭ്യന്തര നയങ്ങളും ഇവയൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ്, ഒരു പരസ്പര എഗ്രിമെന്റ് ഉണ്ടാവേണ്ടത്. ഇതിൽ എവിടെയാണ് ഈ പറഞ്ഞ മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത്, ട്രാൻസ്പെറൻസി ഉള്ളത്, പിന്നെ ഡൊമസ്റ്റിക് പോളിസി എവിടെയാണ് അംഗീകരിച്ചിട്ടുള്ളത്? ഇതൊന്നുമില്ലാതെ ഇപ്പം നമ്മളൊരു പത്രം എഴുതിയല്ലോ, അറിയില്ല സാർ എന്ന് പറയുന്ന തരത്തിൽ എന്താണ് ഈ കരാറിൽ ഉള്ളത് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങളെ 140 കോടി ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള വളരെ അപകടകരമായ അതായത് നമ്മൾ വികസിത ഭാരതം എന്ന് പറയുന്ന ആത്മനിർഭർ ഭാരതം എന്ന് പറഞ്ഞ് പോകുന്ന ഭാരതത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള, സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി. അമേരിക്ക ഫസ്റ്റ് ആകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ ലാസ്റ്റ് ആവുകയാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഫസ്റ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്ന നേരം നിങ്ങളുടെ താല്പര്യങ്ങളെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു കീഴ്വഴങ്ങുന്ന സർക്കാരാണ് ഇന്ത്യയുടെ സർക്കാർ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ചോദ്യം ചെയ്യാതെ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ അഗ്രിമെന്റിനെ അംഗീകരിക്കാനുള്ള ഇന്ത്യൻ തീരുമാനം. തീർച്ചയായും അതൊരു വലിയ സറണ്ടറാണ്.